എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഒപിയിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയ്ക്ക് പ്രചോദനമായത്. ഒരു മേജർ ക്യാൻസർ സർജറി കഴിഞ്ഞ ഒരു ആളുടെ കഥയാണ്. ആദ്യത്തെ വിസിറ്റാണ്, പോസ്റ്റ് ഓപ്പിന് ആദ്യത്തെ വിസിറ്റാണ്. വന്ന് പരിശോധിച്ചു. അപ്പോൾ ഉദ്ദേശിച്ച റിക്കവറി കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം അവരുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് അന്വേഷിക്കും. അതൊരു റുട്ടീനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താണ് ഭക്ഷണം? ഞാൻ ചോദിക്കും, എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കൃത്യമായി ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, കാരണം ഇതിൽ അറിഞ്ഞാൽ മിക്കവാറും ഈ ഒരു അവസരങ്ങളിൽ പലപ്പോഴും ഈ ഫുഡ് ശരിയാവത്തില്ല. കാരണം ഈ അവസരത്തിൽ നല്ല കലോറിയും അതുപോലെ തന്നെ പ്രോട്ടീനും വേണം റിക്കവറിക്ക്. അതായിരിക്കും പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിക്കും. ചോദിച്ചപ്പോൾ ഇവർ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഇടപെട്ടു. വളരെ ഇതിലോടുകൂടി അവർ പറയുകയാണ്, രാവിലെ അദ്ദേഹത്തിന് ഞാൻ ഓട്സ് പുട്ട് കൊടുക്കും, ഒരു മുട്ടയും കൊടുക്കും. ഉച്ചയ്ക്ക് ഓട്സിൻ്റെ കഞ്ഞിയാണ് കൊടുക്കുന്നത്, അതിനോടൊപ്പം അല്പം മീറ്റ് കൊടുക്കും. വൈകുന്നേരം ഓട്സിൻ്റെ പാക്കറ്റ് സ്നാക്സ് കിട്ടും, അതായത് ബാർ കൊടുക്കും, പ്രോട്ടീൻ ബാർ കൊടുക്കും. രാത്രിയിൽ മകളും വിദേശത്താണ്, മകള് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയ ഇൻസ്റ്റൻറ്റ് ഓട്സ് കിട്ടും, അത് ദഹിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ ഡയറ്റ് പറഞ്ഞു തന്നത്? അപ്പോൾ അവർ ഉടനെ പറഞ്ഞു, ഇവിടുന്ന് ഒരു ഡയറ്റ് തന്നിരുന്നു, അതിൻ്റെ അകത്ത് മുഴുവൻ ഗോതമ്പും ചോറും റാഗിയും ഒക്കെയാണ്. ഡോക്ടർക്ക് അറിയത്തില്ലേ, ഇത് മുഴുവൻ കാർബാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ചേട്ടന് ഡയബറ്റീസ് ഉണ്ട്, അല്പം കൊളസ്ട്രോൾ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് ഓട്സ് ആണ്. ഈ ഡയബറ്റീസും കൊളസ്ട്രോളും ഉള്ളവർക്ക്, അതുപോലെ തന്നെ പ്രോട്ടീനും ഉള്ളത് ഓട്സ് ആണ്. ബാക്കിയുള്ളതെല്ലാം കാർബല്ലേ. ഞാനൊന്നും മിണ്ടിയില്ല. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണിത്. അതായത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് റിക്കവറിക്കൊക്കെ ഏറ്റവും നല്ലത് ഓട്സ് ആണ് ഏറ്റവും നല്ലത്. അത് പോട്ടെ, ഇപ്പം നമ്മുടെ ഒരു ജനറൽ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യകരമായ ജീവിതത്തിന് ഒരു ധാന്യം കഴിക്കും, അതായത് നമ്മുടെ അരി ഗോതമ്പിന് പകരം ഏറ്റവും നല്ലത് ഓട്സ് ആണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഓട്സ് കഴിക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അതൊരു സ്റ്റാറ്റസ് സിമ്പിളും കൂടിയാണ്, അതായത് ഞാൻ ഓട്സ് ആണ് കഴിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലോ വല്ലതും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്തെ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഈ ഓട്സിൻ്റെ പ്രോഡക്റ്റ്സ് ആയിരിക്കും. അതായത് ഓട്സിൻ്റെ പൊടി ഉണ്ടാവാം, ഓട്സ് മിൽക്ക് ഉണ്ടാവാം, ഓട്സിൻ്റെ സ്നാക്ക് ബാർ ഉണ്ടാവാം, ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉണ്ടാവാം, ഓട്സ് സീരിയൽസ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ആയിട്ട് ഓട്സിൻ്റെ സീരിയൽസ് ഉണ്ടാവാം. പിന്നെ എന്തിനേറെ ഓട്സിൻ്റെ പ്രോട്ടീൻ പൗഡർ വരെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. എന്നാൽ ജിമ്മന്മാരെ ഉദ്ദേശിച്ചാണ് അവർ അത് മാർക്കറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതമാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഓട്സ് കഴിക്കൂ എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യവാചകങ്ങളും ഇതിൻ്റെ ഈ ഓട്സ് പാക്കറ്റിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡയബറ്റിക് ഫ്രണ്ട്ലി, ഒരു ഡയബറ്റിക് മാറ്റുന്നതില്ല, ഡയബറ്റിക് ഫ്രണ്ട്ലി, കൊളസ്ട്രോൾ ലോവറിങ്, ഹാർട്ട് ഹെൽത്തി ഓട്സ്, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ഇതിൻ്റെ പരസ്യവാചകങ്ങളും വരുന്നത്. അപ്പോൾ നമ്മളുടെ തീർച്ചയായിട്ടും വിചാരിക്കും ഇതാണ് ഏറ്റവും നല്ല ഫുഡ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ സത്യവും ശാസ്ത്രവുമാണ്. ആദ്യം എന്താണ് ഈ ഓട്സ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ സാധാരണ കഴിക്കുന്ന ധാന്യം നമ്മൾ കഴിക്കുമല്ലോ, ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, ചോളം അല്ലെങ്കിൽ ബാർലി തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യങ്ങളാണ്. അതുപോലെ തന്നെയുള്ള ഒരു ധാന്യം മാത്രമാണ് ഈ ഓട്സ്. ഇനി ഓട്സിൻ്റെ കഥ അല്പം പറയാം. ഓട്സിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സലീം കുമാർ കഥാപാത്രം പറയുന്ന പോലെ നിറയെ ട്വിസ്റ്റുകളാണ്. അതായത് അതെനിക്ക് പുള്ളിയുടെ ആ കഥാപാത്രം ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ ട്വിസ്റ്റ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഓട്സിൻ്റെ കാര്യം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതായത് നമ്മുടെ അരിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ കുലത്തിൻ്റെ അത്രയും ചരിത്രമുണ്ട്. മനുഷ്യൻ ഈ ഹണ്ടർ ഗ്യാദർ മാറിയിട്ട് കൾട്ടിവേഷൻ തുടങ്ങി. അതായത് ഒരു 10,000 വർഷത്തെ ചരിത്രം നമുക്ക് അരിക്ക് പറയാൻ പറ്റും. കുറച്ച് ഗോതമ്പിൻ്റെയും ചരിത്രം നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ ഓട്സിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് 2000 അല്ലെങ്കിൽ 2500 വർഷം മാക്സിമം. ഇതൊരു പ്രോമിനൻസ് കിട്ടിയത് ഒരു 800 വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ ഈ ഓട്സിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് BC കാലഘട്ടങ്ങളിലൊക്കെ ഇതെങ്ങനെയാണ് നടന്നത് വെച്ചാൽ, ഈ ഓട്സ് ഉണ്ടായിരുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ഗോതമ്പ് പാടങ്ങളിൽ, മെസപ്പൊട്ടോമിയൻ ഏരിയയിൽ ഗോതമ്പ് വളർത്തുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കളപ്പുല്ലായിട്ടാണ് ഈ ഓട്സ് വരുന്നത്. അപ്പോൾ അതിനെ പറിച്ച് കളയുകയാണ് ചെയ്തത്. പിന്നീട് അത് ഈ റോമൻസും ഗ്രീക്കുകാരും ഒക്കെ മനസ്സിലാക്കി അവരുടെ കുതിരയ്ക്ക് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശക്തിയുണ്ട്. അപ്പോൾ അവർ കുതിരയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഫോഡർ അല്ലെങ്കിൽ ഒരു തീറ്റയായിട്ടാണ് ഈ ഓട്സിനെ വളർത്തി തുടങ്ങുന്നത്. അങ്ങനെ ഇവർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ റോമക്കാരും ഗ്രീക്കുകാരും ഒക്കെ ഈ നമ്മുടെ നോർത്തേൺ യൂറോപ്പ് ഭാഗങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. കാരണം വെച്ചാൽ അവിടെ നല്ല ശക്തിയുള്ള കുതിരകളെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകുന്നു.
അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ഒരു കാര്യം, അവിടെയുള്ള ലോക്കൽ ആൾക്കാർ, ഈ സ്കോട്ട്ലൻഡ് പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കി അവിടെ ഒന്നും ഈ ഗോതമ്പ് വളരത്തില്ല അവിടുത്തെ കാലാവസ്ഥയിൽ, എന്നാൽ ഈ കുതിരയ്ക്ക് കൊടുക്കുന്ന ഈ പുല്ല് ധാരാളമായിട്ട് വളരും. അതിനുശേഷം അവിടെയുള്ള ക്ഷാമകാലങ്ങളും യുദ്ധകാലങ്ങളും ഒക്കെ വന്നപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത് ലോക്കലി അവൈലബിൾ ആണ്, ലോക്കലി കൃഷി ചെയ്യാം, മറ്റേ അത് കഴിക്കാനും കൊള്ളാം, കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടും. അങ്ങനെ അവരൊരു ക്ഷാമകാലം അതിജീവിച്ചതോടുകൂടി സ്കോട്ട്ലാൻഡിലെ ഒരു നമ്മുടെ നാട്ടിലെ അരി പോലെ ഒരു സ്റ്റേപ്പിൾ ഫുഡായി ഈ ഓട്സ് മാറി. അങ്ങനെയാണ് ഓട്സ് മനുഷ്യൻ്റെ ഒരു ഫുഡായി മാറുന്നത്. പിന്നീട് അമേരിക്കൻ കുടിയേറ്റം വരും. അമേരിക്കൻ കുടിയേറ്റം വരുമ്പോഴത്തേക്കും ഈ സ്കോട്ട്ലൻഡുകാർ പോയ കൂട്ടത്തിൽ അവരുടെ ഓട്സിനെയും കൂട്ടത്തിൽ കൊണ്ട് അങ്ങനെ അമേരിക്കയിലും ഓട്സ് കൃഷി വന്നു. 1980-കളൊക്കെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തെ ഫൈബർ കൊണ്ട് കൊളസ്ട്രോൾ കുറയുമെന്നൊരു പ്രചരണം എത്തി. അപ്പോൾ ആ സെയിം ടൈമിൽ തന്നെയാണ് ഈ പാക്കറ്റുകൾ, അതായത് പേപ്പർ പാക്കറ്റ്, പ്ലാസ്റ്റിക് പാക്കറ്റൊക്കെ വന്നത്. നേരത്തെ തടിയുടെ ഡബ്ബേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് വന്നത്. അപ്പോൾ ഈ പാക്കറ്റിംഗ് കൂടെ വന്നപ്പോഴത്തേക്കും നല്ല മാർക്കറ്റിംഗ് അറിയാവുന്ന ക്വാക്കർ ഓട്സിൻ്റെ ഒക്കെ ആൾക്കാരില്ലേ, അവർ ഇത് പാക്കറ്റിൽ വിൽക്ക് തുടങ്ങി. അമേരിക്കക്കാർക്ക് പൊതുവെ ഹാർട്ട് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മരണം പേടിയാണ്. അങ്ങനെ അവരുടെ തീന്മേശയിലെ ഒരു പ്രധാന വിഭവമായി ഈ ഓട്സ് മാറി. 1997 ആയപ്പോഴത്തേക്കും നമ്മളുടെ USFDA ആദ്യമായിട്ട് ഒരു ഭക്ഷണത്തിൻ്റെ പുറത്ത് ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത് എന്ന് അടിക്കാനുള്ള ഒരു പരസ്യവാചകം അടിക്കാനുള്ള ലൈസൻസ് ഇവർക്ക് കൊടുത്തു. പിന്നെ നടന്നത് ചരിത്രമാണ്. അവിടെ നിന്ന് ഇത് അങ്ങോട്ട് വെച്ചടി കയറി അവസാനം കേരളത്തിലെ കേരളത്തിലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുഗ്രാമങ്ങളിലെ വീട്ടിൽ പോലും ഒരു ഓട്സിൻ്റെ ഒരു പാക്കറ്റ് അവരുടെ തീന്മേശയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അടുക്കളയിൽ ഇതിൽ കാണാൻ സാധിക്കുന്ന ലെവലിൽ വരെ എത്തി എന്നുള്ളതാണ് ഓട്സിൻ്റെ ചരിത്രം. അങ്ങനെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ലൈഫാണ് നമ്മുടെ ഓട്സിൻ്റേത്. കേരളത്തിൽ ഇത് പ്രചാരണം നേടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്. ഡയബറ്റിസ് ഉള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഡയബറ്റീസുകാർക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ അന്നജം കണ്ടന്റ് കൂടുതൽ കുറച്ച് കഴിക്കണം, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രമാത്രം അന്നജം ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വിവിധ ധാന്യങ്ങളിലെ അന്നജത്തിൻ്റെ കണ്ടന്റാണ്. അതായത് ഒരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തേരം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഏറ്റവും നമ്മൾ ചീത്ത വിളിക്കുന്നതായ അരിയിലാണ്ട് ഒരു 77% വരും. അങ്ങനെ ഓരോന്നോരോന്ന് കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്സിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് 66, അതായത് കഷ്ടിച്ച് ഒരു 10% അന്നജത്തിൻ്റെ കണ്ടന്റുള്ള വ്യത്യാസം മാത്രമേ ഈ ഓട്സും മറ്റ് ബാക്കി അതിൽ കുറവുള്ള ബാക്കി ധാന്യങ്ങൾ, നമ്മുടെ 66-ലും കുറവുള്ള ധാന്യങ്ങൾ നമ്മുടെ അതിൽ അവൈലബിൾ ആണ്. എങ്കിൽ പോലും ഒരു 10% മാത്രമാണ് ആകെ കൂടിയുള്ള അന്നജത്തിൻ്റെ കുറവെന്നത്. ഇനി അടുത്തതായിട്ട് ഉള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രോട്ടീൻ റിച്ച് സാധനമാണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ പകരം ഇത് കഴിക്കുക. അങ്ങനെയാണ് ഇത് പ്രോട്ടീൻ ബാറിലൊക്കെ ഇത് വരുന്നത്, അതായത് പ്രോട്ടീൻ റിച്ച് ഉള്ള സാധനമാണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കമ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഗോതമ്പുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും കഷ്ടിച്ച് 100 ഗ്രാം ഗോതമ്പും 100 ഗ്രാം ഓട്സുമായിട്ട് കമ്പയർ ചെയ്താൽ കഷ്ടിച്ച് 3 ഗ്രാമിൻ്റെ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. അപ്പം പ്രോട്ടീൻ കണ്ടന്റിലും ഇത്ര വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഓരോന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ്, ഫൈബർ, മറ്റു സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളതല്ലാതെ ഇതിന് ഒരു കാര്യമായ വ്യത്യാസങ്ങൾ, അതായത് മറ്റു ധാന്യങ്ങളുമായിട്ട് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ ഇതിന് നമ്മുടെ ഓട്സ് പ്രേമികൾ ചോദിക്കും, പിന്നെ ഡോക്ടർ വിചാരിക്കുന്നവർ അമേരിക്കക്കാരും സായിപ്പും ഒക്കെ പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഉണ്ടായ ഹൈപ്പ്, അല്ലെങ്കിൽ എന്താണ് ഓട്സിൻ്റെ പ്രത്യേകത. ഇനിയാണ് കഥകളിലെ യഥാർത്ഥ ട്വിസ്റ്റുകൾ വരുന്നത്. അപ്പം ഈ ഓട്സിൽ ബീറ്റ ഗ്ലൂക്കാൺ എന്ന് പറഞ്ഞ ഒരു സൊല്യൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സൊല്യൂബിൾ ഫൈബർ എന്ന് പറഞ്ഞ വാക്ക് ഓർത്തിരിക്കുക, എങ്കിലേ ട്വിസ്റ്റ് മനസ്സിലാവുള്ളൂ. ഈ ബീറ്റ ഗ്ലൂക്കാൺ ഒരു നല്ല പ്രീബയോട്ടിക് ആണ്. കാരണം ഈ പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സാറ്റൈറ്റ് കിട്ടും, അതായത് ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളായി എന്ന് തോന്നും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന അളവ് കുറയ്ക്കും. രണ്ടാമത് ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കും, അതായത് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഡിലേഡ് ആക്കി ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കും. പിന്നെ ബൈലാസിഡ് ട്രാപ്പ് ചെയ്യും. ബൈലാസിഡ് ട്രാപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, LDL കൊളസ്ട്രോളിന് കുറവുണ്ടാവും. ഇതാണ് ഓട്സിനെ ഒരു സൂപ്പർ താരമാക്കി മാറ്റാനുള്ള കാരണം. പിന്നെ ഇതിനോടൊപ്പം അപ്പം വേറൊരു കാര്യം കൂടെ ഓർക്കണം, ഇത് ഓട്സിൽ മാത്രമുള്ളൂ ഈ ബീറ്റ ഗ്ലൂക്കോൺ. അതാണ് കഥയിലെ ട്വിസ്റ്റ്. ഈ ബീറ്റ ഗ്ലൂക്കോൺ ഇരട്ടിയുള്ള വേറൊരു സാധാരണ കോമൺ ധാന്യം നമ്മുടെ ഇടയിലുണ്ട്, ബാർലി ഈ ഓട്സിലുള്ളതിനേക്കാൾ ഇരട്ടി ബീറ്റ ഗ്ലൂക്കോൺ ഉണ്ട്. പക്ഷേ അവിടെയാണ് ഈ ഓട്സിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയത്. ഓട്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല PR ഏജൻസികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല പ്രൊമോഷൻ ഓട്സിന് കിട്ടി. അങ്ങനെ ഓട്സാണ് താരം വരികയും ചെയ്തു, ബാർലിയെ ആരും അറിഞ്ഞില്ല. അതാണ് കഥയിലെ ഒരു പ്രധാന ടെസ്റ്റ്. അപ്പം
ഓട്സ് മാത്രമല്ല ഈ ബീറ്റാ ഗ്ലൂക്കോൺ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓട്സ് ഒരു സൂപ്പർ ഫുഡ് അല്ല, അതിലും നല്ല ബീറ്റാ ഗ്ലൂക്കോൺ കണ്ടന്റ് ഉള്ളത് ബാർലി അവൈലബിൾ ആണ്. വീണ്ടും കഥയിൽ ട്വിസ്റ്റ് വരും. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീറ്റാ ഗ്ലൂക്കൺ എന്ന് പറഞ്ഞത് ഒരു സൊല്യൂബിൾ ഫൈബറാണ്. അപ്പം ഈ സൊല്യൂബിൾ ഫൈബർ ഏതാണെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ എഫക്റ്റും, അതായത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, LDL കുറയ്ക്കുന്നത്, അതെങ്ങനെയാണ്? ബൈലാസിൽ ട്രാപ്പ് ചെയ്യും, നമുക്ക് സാറ്റൈറ്റ് കിട്ടും, പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്ത് അത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയയുടെ എണ്ണം കൂട്ടും, അതോടൊപ്പം ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കും. അപ്പോൾ ഇത് എല്ലാ സൊല്യൂബിൾ ഫൈബറിനുമുള്ള കഴിവാണ്. അപ്പോൾ ഈ സൊല്യൂബിൾ ഫൈബറുള്ള എല്ലാ ധാന്യങ്ങൾക്കും ഇതേ ഗുണങ്ങൾ കിട്ടും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു പേരക്കയിലുള്ള പെക്റ്റിൻ, അല്ലെങ്കിൽ നമ്മുടെ പയർവർഗ്ഗങ്ങളിലുള്ള മിക്സറായിട്ടുള്ള വിവിധ ഫൈബറുകൾ, അല്ലെങ്കിൽ റാഗി പോലെയുള്ള ധാന്യങ്ങളിലെ അതിൻ്റെ തവിട്, ബ്രാൻ, ഇതെല്ലാം ഈ കഴിവുകൾ നൽകുന്നതാണ്. പക്ഷേ അത് ആരും ഇതുവരെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ നടത്തിയിട്ടില്ല. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൗൾ ഓട്സ് കഴിക്കുന്ന എഫക്റ്റ് നിങ്ങൾക്ക്, അതിൻ്റെ ആ ബീറ്റാ ഗ്ലൂക്കോൺ എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഒരു പേരക്ക കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെയിം എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ സായിപ്പ് നമ്മളെ പറ്റിച്ചു. സായിപ്പ് നിങ്ങളെ ആരെയും പറ്റിച്ചൊന്നുമില്ല. സായിപ്പ് എന്താ പറഞ്ഞേ? സായിപ്പിന് നാട്ടിൽ വളരുന്ന ഒരു ധാന്യമുണ്ട്, അതിൻ്റെ അകത്ത് ബീറ്റാ ഗ്ലൂക്കോൺ ഉണ്ട്, ബീറ്റാ ഗ്ലൂക്കോൺ ഇത്രയും ഗുണമുണ്ട്. അല്ലാതെ സായിപ്പ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഈ വക മറ്റു ധാന്യങ്ങളിൽ ഇല്ലാന്നോ, ബാർലിയിൽ കുറവാണെന്നോ, അല്ലെങ്കിൽ എന്താ പറയുക പേരക്കയിൽ ഇല്ലെന്നോ ഒന്നും ഒരിക്കലും സായിപ്പ് പറഞ്ഞിട്ടില്ല. നമ്മളാണ് തെറ്റിദ്ധരിച്ചത്. അതായത് ഈ ബീറ്റാ ഗ്ലൂക്കോണും ഈ പറഞ്ഞ ഗുണഗണങ്ങളും ഉള്ളത് ഓട്സിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ആധുനിക കാലത്തെ PR വർക്കിന്റെ ഗുണം. നമ്മുടെ സായിപ്പയുടെ ഒരു മഹാഭാരതത്തിന്റെ ആ ഒരു കഥയിലെ ഒരു അംശം എടുത്തു എന്ന് മാത്രം. അതായത് അശ്വത്ഥമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞ് ദ്രോണാചാര്യരെ വീഴ്ത്തിയതുപോലെ സായിപ്പ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ബീറ്റാ ഗ്ലൂക്കോൺ എന്ന ഒച്ചത്തിൽ പറഞ്ഞു, സൊല്യൂബിൾ ഫൈബർ എന്നുള്ളത് 0 വോളിയത്തിലും പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ കഴിച്ചാലും ഈ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓട്സിന്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ 2 രീതിയിലുള്ള ഓട്സ് ഗ്രോട്ട്സ്, അല്ലെങ്കിൽ ഓട്സിന്റെ പൂർണ്ണ രൂപത്തിലുള്ള, അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് മാത്രമേ അതിൻ്റെ ഈ പറഞ്ഞ ഗുണങ്ങളും ഫൈബറും എല്ലാം അതിൻ്റെ അകത്ത് കിട്ടുന്നുള്ളൂ. ബാക്കി ഈ രീതിയിലുള്ള ഓട്സ്, അതായത് അതിൻ്റെ ഇൻസ്റ്റന്റ് ഓട്സ്, ഓട്സ് സീരിയൽസ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓട്സ് പൗഡർ, ഓട്സ് കുക്കീസ്, ഓട്സ് ബിസ്ക്കറ്റ്, ഓട്സ് ദോശ, ഓട്സ് പുട്ട്, ഇതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് നല്ല രീതിയിലുള്ള ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. നമ്മളൊരു സാധാരണ അരിപ്പുട്ടോ പൊറോട്ടയോ കഴിക്കുന്ന ആ സെയിം എഫക്റ്റ് മാത്രമേ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോട്ടീൻ ബാർ, ഓട്സ് പ്രോട്ടീൻ ബാർ ഒക്കെ കഴിച്ചാലും, അല്ലെങ്കിൽ ഓട്സ് ഗ്രാനോള ഈ ബാറൊക്കെ കഴിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓട്സിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 2 സാധനം മാത്രം കഴിച്ചെങ്കിൽ മാത്രമേ ഈ ഗുണം കിട്ടുകയുള്ളൂ. അതും ഞാൻ പറഞ്ഞല്ലോ, ഈ ഓട്സിൽ മാത്രമല്ല, ബാക്കി ഈ പറഞ്ഞ ഒരു പേരക്ക കഴിച്ചാലും, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിച്ചാലും, ഒരു സ്പൂൺ നമ്മുടെ ഫ്ലാക്സ് സീഡ് കഴിച്ചാലും ഈ സെയിം എഫക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. 2 കാര്യങ്ങൾ ഇവിടെ എനിക്ക് ഓർമ്മിക്കാറുണ്ട്. അതായത് എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട്, ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ഓട്സ് ഭയങ്കര നല്ലതാണ് എന്നുള്ളത്. ഒരു രീതിയിൽ ശരിയല്ല, മറ്റേത് ധാന്യം പോലെ മാത്രമേ ഉള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കവറിങ്ങിൽ ആ തവിടുള്ള ഓട്ട് ഗ്രോട്ട്സ്, അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് എന്നുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള എന്ത് ഓട്സ് കഴിച്ചാലും നമ്മൾ വെറുതെ ഒരു പൊറോട്ട അല്ലെങ്കിൽ അരിപ്പുട്ട കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെയായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓട്സ് മിൽക്ക് വരുന്നത്, ഓട്സ് മിൽക്ക്. അപ്പം നമ്മുടെ ഈ ഒത്തിരി ഈ യൂട്യൂബർമാർ ഇറങ്ങിയിട്ട് പാശും പാൽ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് പലരും ഈ ഓട്സ് മിൽക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഓട്സ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പഞ്ചസാര ലായനി മാത്രമാണ് നിങ്ങൾ ഓർക്കുക, അല്ലാതെ അതിനകത്ത് യാതൊരുവിധ രീതിയിലുള്ള ഗുണങ്ങളുമില്ല. അതുകൊണ്ട് ഓട്സ് മിൽക്ക് ഈ നമ്മുടെ മറ്റ് മിൽക്കുകൾക്ക് ഒരു റീപ്ലേസ്മെന്റ് ആണ് എന്ന് വിചാരിച്ചാൽ അതും ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ മറ്റൊന്ന്, ഈ പറഞ്ഞ ഇപ്പൊ കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട്, ബയോ ഹാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ എല്ലാം ലിവർ ഡീറ്റോക്സ്, ഗട്ട് ഡീറ്റോക്സ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ ഓട്സ് കഴിക്കുമെന്ന് പറഞ്ഞ് പറയാറുണ്ട്. അതും വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, വെറുതെ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഓട്സ് കമ്പനികളുടെ കീശ വീർക്കും എന്നുള്ളല്ലാതെ നിങ്ങൾക്ക് ഒരു ധാന്യം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലാതെ ഈ മേൽപ്പറഞ്ഞ ക്വാളിറ്റികൾക്ക് വേണ്ടി ഇത് ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റാണല്ലോ. ഇപ്പം നമ്മളുടെ
PR ഏജൻസിക്കാർ, ഇപ്പോൾ ക്രിക്കറ്റ് ടീമിനെ എടുക്കുക, PR ഏജൻസിക്കാർ പറയുന്ന ഓഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കളിക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഓഡ്സിന് ഇപ്പോൾ ഒരു കളിക്കാരന് നമ്മുടെ പണ്ട് തൊട്ടേയുള്ള ഗവാസ്കർ, സച്ചിൻ, ധോണി, കോഹ്ലി, ഇപ്പോഴത്തെ നമ്മുടെ സൂര്യവംശിയുടെയൊക്കെ എല്ലാം കൂടെ ഉള്ള ഗുണമുള്ള ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിലാണ് ഓഡ്സിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ എല്ലാ ധാന്യങ്ങളെയും ഒരു ക്രിക്കറ്റ് ടീമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ധാന്യത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്, കഴിവുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്രിക്കറ്റ് കളിക്കാരുടെ കാര്യം. അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ കഴിവുകളുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴേ ഒരു നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം അതായത് ധാന്യങ്ങൾ നമുക്ക് മാറി മാറി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഒരു ധാന്യം തന്നെ തുടർച്ചയായി കഴിക്കുന്നതിൽ നമ്മൾ നല്ലത് പല ധാന്യങ്ങൾ നമ്മൾ മാറി മാറി കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ്. ഒപ്പം ഈ ഓട്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡ് അല്ല, അത് മറ്റേത് ധാന്യം പോലെ തന്നെയാണ്. അത് ഇനി കഴിക്കേണ്ടവർ ഈ രണ്ട് രീതിയിൽ സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ ഗ്രോട്ട് ഓട്സോ ആയിട്ട് കഴിക്കുക എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. സർജറിക്ക് ശേഷം റിക്കവറി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ തുടങ്ങിയവരൊക്കെ ഓട്സ് കഴിച്ചാൽ എന്തെങ്കിലും പ്രത്യേക ഗുണം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഓട്സ് ഇഷ്ടമാണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ ഓട്സോ തുടങ്ങിയത് കഴിക്കുന്നത് നിങ്ങൾക്ക് ചില ഗുണഫലങ്ങൾ നൽകാം. പക്ഷേ അതിനോട് ഈക്വലൻ്റ് ആയിട്ട് ഈ കഷ്ടപ്പാടില്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ അതേ ഗുണഫലങ്ങളുള്ള ധാന്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതേ എഫക്റ്റ് കിട്ടുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കളുമുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.